ഹായ് ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് മാതള നാരങ്ങ കൊണ്ട് ഒരു കറി തയ്യാറാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ചില സ്ഥലത്ത് ഇതിന് ഒടിച്ചു കുത്തി നാരകം അങ്ങനെയൊക്കെ പേരുണ്ട് എന്നാണ് തോന്നുന്നത്. ഇവിടെ മാതളി നാരങ്ങ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇത് സാധാരണയായി കറി വെക്കാനാണ് ഉപയോഗിക്കുക. അച്ചാറിടാനൊന്നും അങ്ങനെ ഉപയോഗിക്കുന്നതല്ല എന്നാണ് തോന്നുന്നത്. ഞാൻ സാധാരണയായി ഇത് കറിയാണ് വെക്കുന്നത്. നല്ല ടേസ്റ്റുള്ള, നമ്മുടെ ഇവിടെ കല്യാണത്തിന് സദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവം ആണ് ഈ നാരങ്ങക്കറി. ഈ നാരങ്ങ കൊണ്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ചെറിയ നാരങ്ങയാണെങ്കിൽ നന്നായി മൂത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കളറൊക്കെ കാണുന്നില്ലേ, മഞ്ഞ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് കുറച്ച് തൊലിയും ചെത്തിക്കളയുന്നുണ്ട്. സാധാരണ ഞാൻ തൊലി അങ്ങനെ ചെത്താറേ ഇല്ല. ഇപ്രാവശ്യം ഞാൻ കുറച്ചൊന്ന്, ഇതിന് ചെറിയ കയ്പ്പൊക്കെ ഉണ്ടാവും ചില സമയത്ത്, അതുകൊണ്ടൊന്ന് തൊലി കുറച്ച് കളയാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിന് വേണ്ടത് ഇഞ്ചിയും പച്ചമുളകും ആണ്. അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ നമുക്ക് ആദ്യം ഇതിൻ്റെ ചെറിയ കഷ്ണങ്ങളാക്കി ഇഞ്ചിയും പച്ചമുളകും മുറിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു സൈഡ് കറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ നാരങ്ങക്കറി നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ ഞാനിന്ന് ഇത് പച്ചമുളകും ഇഞ്ചിയും ഒക്കെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാരങ്ങ ചെറുതായിട്ട് നേർങ്ങനെ വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ഇത് അധികം വെന്ത് ഉടയാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ നേർത്ത രീതിയിൽ വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അധികം വെന്ത് പോയാൽ ഇതിന് കയ്പ്പ് രസം വരും. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാരങ്ങ ചെറുതായിട്ട് വേഗത്തിൽ തന്നെ അരിഞ്ഞെടുക്കാം. പിന്നെ ഇതിന് വേണ്ടത് വാളൻ പുളിയാണ്. ഞാൻ വാളൻ പുളി കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാരങ്ങ മൊത്തം ഇതുപോലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പമല്ല, അതിലും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ പുളിയാണ്. അതുകൊണ്ട് തന്നെ പുളി നന്നായി പിഴിഞ്ഞ് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മൺചട്ടിയിൽ വിറകടുപ്പിൽ നാരങ്ങക്കറി തയ്യാറാക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. പിന്നെ ഞാനൊരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു കളറിന് വേണ്ടി ചേർത്ത് കൊടുത്തതാണ്. പിന്നെ ഉപ്പും ചേർത്ത് കൊടുത്ത് ഈ പൊടികളൊക്കെ നന്നായി ഇതിലേക്കൊന്ന് കലക്കി എടുക്കാം. നമ്മുടെ പുളി വെള്ളം മൊത്തം പിഴിഞ്ഞ് ഒഴിച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് നമുക്കൊന്ന് ഇത് വേവിച്ചെടുക്കണം. ഞാൻ വിറകടുപ്പിലാണ് വെക്കുന്നത്. അപ്പോൾ വിറകടുപ്പിൽ നമ്മുടെ നാരങ്ങക്കറി തയ്യാറാക്കേണ്ട പുളിവെള്ളം വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് വെന്ത് കുറുകി വരുന്ന സമയത്ത് മാത്രമേ നാരങ്ങ ഇട്ട് കൊടുക്കണ്ടു. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഉലുവ വറുത്ത് പൊടിച്ചതാണ്.
നമ്മുടെ കറി കുറുകി വന്നിട്ടില്ല, കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ നാരങ്ങയൊക്കെ മുറിച്ച് റെഡിയാക്കി കുറച്ച് കറിവേപ്പിലയും കുറച്ചധികം കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇപ്പോഴും നല്ല കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ശർക്കര ഇട്ട് കൊടുക്കാം, ഒരു കഷ്ണം. കാരണം ഇതിൻ്റെ പുളിയും ഒന്ന് ബാലൻസായി വരാൻ വേണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചെറിയ കയ്പ്പുണ്ടെങ്കിൽ അത് പോകാനും വേണ്ടി. പിന്നെ നന്നായി തിളക്കുന്ന ഈ കറിയിലേക്ക് നാരങ്ങ മുറിച്ച് വെച്ചത് ഇട്ട് കൊടുത്തിട്ട് അധികം വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു തിള വരുന്ന സമയം നമുക്ക് ഇതടുപ്പത്ത് നിന്നും ഇറക്കി വെക്കണം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായി തിളച്ച് വരും. നന്നായി തിളക്കുന്നുണ്ട് നമ്മുടെ കറി. ഇനി പെട്ടെന്ന് തന്നെ വാങ്ങി വെക്കണം. അധികം വെന്ത് പോയാൽ കറി കയ്പ്പടിക്കും. അപ്പോൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് വറവിടാം. ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പം കടുക് ചേർത്ത് കൊടുത്തു. പിന്നെ വറ്റൽമുളക്, കറിവേപ്പില ഇതൊക്കെ ചേർത്ത് നമ്മുടെ കറിക്ക് വറവിട്ട് കൊടുത്തു. എല്ലാവരും തയ്യാറാക്കി നോക്കണം.